CPM തോറ്റെങ്കിലും വടകരയിൽ മുഖ്യമന്ത്രിയുടെ പ്ലാൻ ബി വിജയിച്ചിരിക്കുന്നു. പിണറായി വിജയൻ മാറിയാൽ ആരാണ് ഇനി CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് വലിയൊരു ചോദ്യമായി ഉയർന്നു വരുമ്പോൾ അവിടെ പിണറായി വിജയൻ ഇഷ്ടമുള്ള ഒരാൾ വേണം. പിണറായി വിജയൻ എന്ന CPM നേതാവ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. CPMന്റെ മാനിഫെസ്റ്റോയും ചട്ടക്കൂടുകളുമെല്ലാം അദ്ദേഹം എന്നേ ഉപേക്ഷിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ കൂടി തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെയും തീരുമാനം. അത് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ട് ഒരു സംശയവുമില്ലാതെ പറയാം, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് തന്നെയാവണം. അങ്ങനെ വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം അവിടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ എന്ന് പിണറായി കുടുംബം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം തന്നെ. മറ്റുള്ള തടസ്സങ്ങളെല്ലാം തെക്ക് നിന്നായിരുന്നു. അതിൽ MA ബേബിയെ ദില്ലിക്ക് നാടുകടത്തി, തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്ക് അയച്ച് നാണം കെടുത്തി. K രാധാകൃഷ്ണനെ നാണം കെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ നിന്നും ഒന്നുമല്ലാതാക്കി നാടുകടത്തി. പിന്നെയുള്ളത് AK ബാലനായിരുന്നു. ബാലനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ പിണറായിക്ക് വന്നിട്ടില്ല. പിണറായി ഛർദ്ദിക്കുന്നത് അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. ജയരാജനെയാണെങ്കിൽ BJP ബന്ധത്തിൻ്റെ പേരിൽ തളച്ചിടുകയും റിസോർട്ട് പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുറച്ചൊക്കെ കച്ചവടം നടത്തി ജീവിക്കാമെന്ന് കരുതിയിരുന്ന EP ജയരാജന്റെ കച്ചവടവും പൂട്ടിച്ച് ഒരു സംഘി സഖാവാക്കി അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ഇനി MV ഗോവിന്ദനാണെങ്കിൽ ഒരു കാര്യസ്ഥൻ എങ്ങനെയായിരിക്കണമെന്ന് പിണറായിക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ എല്ലാം പിണറായിക്ക് അനുകൂലമായി വന്നപ്പോഴാണ് ശൈലജ തൻ്റെ മുന്നിൽ നിന്നും ഒരു ടീച്ചർ അമ്മയായി മാറുന്നത് അദ്ദേഹം കണ്ടത്. അതൊരാൾക്ക് സഹിക്കില്ല എന്നിരിക്കെ പിണറായിക്കും സഹിച്ചില്ല. അങ്ങനെയാണ് വടകരയിൽ നിർത്തി തോൽപ്പിക്കുക എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അല്ലെങ്കിലും തനിക്ക് മുകളിൽ പറക്കാൻ നോക്കുന്നവരെ വടകരയിൽ നിർത്തി തോൽപ്പിച്ച് നശിപ്പിച്ച് വിടുക എന്നുള്ളത് പിണറായിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അത് P ജയരാജനിൽ പരീക്ഷിച്ച് വിജയിച്ചത് കൂടിയാണ്. തക്ക സമയത്താണിപ്പോൾ ശൈലജയെയും വടകരയിൽ കിട്ടിയത്. ജയരാജനോട് ചെയ്തതുപോലെ വെറുതെ തോൽപ്പിച്ച് വിട്ടാലൊന്നും പോരാ, ശൈലജയെ തകർത്ത് കളയണം, അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ അവർ ഉയർന്നു വരുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം. അതാണ് കാഫീറിന്റെ രൂപത്തിൽ വന്നത്. പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മോഹനന്റെ ഭാര്യ ലതിക എന്ന മുൻ MLA കാഫീർ എന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഷാഫിയെ തോൽപ്പിക്കാനൊന്നുമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ശൈലജയെ ഒതുക്കാൻ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവിടെ നമുക്കൊക്കെ ജീവിക്കണ്ടേ എന്ന ചോദ്യം വലിയ അർത്ഥമുള്ളതായിരുന്നു. CPM തോറ്റുപോയാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ വഴികൾ വേണ്ടേ എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇതെല്ലാം തന്നെ റിയാസ് എന്ന മരുമകൻ മന്ത്രിയെ കൊണ്ട് വന്ന് CPMന്റെ മുന്നിൽ നിർത്താനുള്ള പിണറായിയുടെ ഒരു തന്ത്രം മാത്രമാണ് പ്ലാൻ ബി. അതിൽ CPMന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും കാഫീറായി പോവുകയാണ് ചെയ്തത്. ആ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായിരിക്കുന്നു. എന്നിട്ടും പലരും ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. EP ജയരാജൻ പറഞ്ഞത് ലതികയെ ശൈലജ വിമർശിച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. അത് ജയരാജന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. DYFI എന്ന പേരിലുള്ള കുഴലൂത്ത് സംഘ നേതാക്കൾ എല്ലാവരും കാഫീർ പ്രയോഗത്തെയും വ്യാജ സ്ക്രീൻഷോട്ടിനെയും ന്യായീകരിക്കുകയാണ്. CPM എന്ന പാർട്ടി ഇത്രയും വലിയ രീതിയിൽ അധപ്പതിക്കുകയും ജനങ്ങളുടെ മുന്നിൽ കാൽകാശിന് വിലയില്ലാതെ തകർന്നു പോവുകയും ചെയ്തപ്പോഴും ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. പിണറായിയുടെയും കുടുംബത്തിൻ്റെയും പ്ലാൻ ബി വിജയിച്ചിരിക്കുന്നു. ആദ്യം പാർട്ടിക്കുള്ളിലെ തന്നെ എതിരാളികളെ നശിപ്പിക്കുക എന്നത് ഏതൊരു ഏകാധിപതിയുടെയും ഒരു രീതിയാണ്.